without any further delay, let us welcome the stars of tonight, our beautiful bride and handsome groom. Please join me with a big round of applause. വിളിക്കല്ലേ, ചെക്കനും പെണ്ണും ഒരുങ്ങിയിട്ടില്ല. എന്റെ പൊന്നു നദാശേ, നമ്മുടെ പരിപാടി ഇപ്പോഴൊന്നും തുടങ്ങുന്ന എനിക്ക് തോന്നുന്നില്ല. എന്താ എടി, ആ ചെക്കനും പെണ്ണും ഒരുങ്ങിയിട്ടില്ലെന്ന്. ദേ ചന്തമ്പായി, ഇതും കൂടി കൂട്ടി മൂന്നാമത്തെ തവണ ഞാൻ വെൽക്കം സ്പീച്ച് പറയുന്നേ. ആളുകളൊക്കെ നോക്കി തുടങ്ങി. ഇനിയും വൈകിയാലേ അവർക്ക് മനസ്സിലാവും നമ്മൾ ഉഡായിപ്പ് പാർട്ടികളാന്ന്. എടി, ഞാൻ എന്ത് ചെയ്തിട്ടാ? ആ ഒരുക്കാൻ വരുന്ന പെണ്ണില്ല, ആ ചിഞ്ചിലു, അവൾ ഇതുവരെ ഒരുങ്ങി വന്നിട്ടില്ല. ആ ക്യാമറമാനോനെയും കാണാനില്ല. എനിക്ക് അപ്പോഴേ തോന്നി രണ്ടും തമ്മിൽ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന്. പിന്നെ അവളുടെ ഒരുക്കം, ഓ അതിനെപ്പറ്റി പറയാതിരിക്കുക ഭേദം. വേണ്ടടി, നീ പറഞ്ഞോ? എന്താ നിങ്ങൾ വൈകിയേ? ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറരുത്. ഇത് വളർന്നു വരുന്നൊരു ഇന്റർനാഷണൽ വെഡിങ് കമ്പനിയാണ്. ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിങ്ങളെപ്പോലെ അലസയും ഇറസ്പോൺസിബിളുമായ ഒരു സ്ത്രീ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ലജ്ജാവഹമാണ്. ഗാനമേളക്കാര് വന്നു. എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? കൃത്യസമയത്ത് വരാതിരിക്കുക, ബ്രൈഡിന് വാങ്ങിയ മേക്കപ്പ് സ്വയം വാരിത്തേക്കുക, കല്യാണ പെണ്ണിനുള്ള സാരി എടുത്തുടുത്തോണ്ട് വരിക. ദൈവമേ, ഈ സാരി അതല്ലേ? നിർത്തട ചന്ദ്രപ്പ. അവന്റെ പഴയ നാടക ട്രിപ്പ് പൊളിഞ്ഞപ്പോ അതിലെ സാധനങ്ങളും കണ്ടൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി തുടങ്ങി. എന്നിട്ടൊരു പേരും കലാകാരികളി വെഡിങ് ഇവന്റ്സ് കാലടി. ഈ കാര്യം ഞാൻ നാട്ടാരോട് മുഴുവൻ വിളിച്ചു പറയട്ടെ. അതിന് വേണ്ടി വരുന്നു തോന്നില്ല ചന്തമ്പായി. മൈക്കോണായിരുന്നു, സോറി. എന്റെ ദൈവമേ, നിങ്ങൾ എന്നെ അങ്ങോട്ട് കൊല്ല്. എന്നിട്ട് ആ കല്യാണം മാലെടുത്ത് റീത്താക്കി എന്നെ നെഞ്ഞി തകട് വെക്കി. ആരെ കൊല്ലുന്ന കാര്യ മക്കളെ പറയുന്നേ? കൊല്ലുന്ന കാര്യമല്ല പാപ്പ. ഒരാൾ മരിക്കും, അടുത്ത ആഴ്ച ഒരാൾ മരിക്കും. അപ്പോ ആ മരണത്തിന്റെ വാക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് ഡിസ്കസ് ചെയ്യായിരുന്നു. നല്ല വർക്കുള്ള പിള്ളേരാ. അതെ അതെ. എന്താ അത്ര താമസം? ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയത് കണ്ടില്ലേ? പിന്നെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ എവിടെ വരെയായി? ഭക്ഷണം? എന്ത് ഭക്ഷണം? ഓ, ഭക്ഷണം. ഭക്ഷണം പിന്നെ ചെക്കനും പെണ്ണിനും മേക്കപ്പ് ചെയ്യാൻ ഒരാളെയും കൂടി കൊണ്ടുവരുന്നല്ലേ പറഞ്ഞത്? അതിനും കൂടിയല്ലേ 1 ലക്ഷം രൂപ വാങ്ങിയത്? 1 ലക്ഷം രൂപയോ? അമ്മേ! ചിഞ്ചിലു ചിഞ്ചിലു, വീഴല്ലേ വീഴല്ലേ വീഴല്ലേ. അമ്മമ്മ പാപ്പ, ആ മേക്കപ്പ് റൂം കാണിച്ചു കൊടുത്തേ. വേഗം ചെല്ല് വേഗം ചെല്ല് വേഗം ചെല്ല്. നടക്കട്ടെ നടക്കട്ടെ. ദേ പണി പാളി തുടങ്ങിട്ടോ. ആൾക്കാരൊക്കെ എണീറ്റ് പോകാൻ തുടങ്ങി. നോക്കി, ആ ചേട്ടനെ തുറച്ചു നോക്കണുണ്ട്. ആണോ? എന്നാ പിന്നെ ഗാനമേളക്കാരെ വിളിക്ക്. സംഗീതെങ്കിലും നടക്കട്ടെ. അതാകുമ്പോ ഒരു ഓളമൊക്കെ ഉണ്ടാകും. ഓക്കേ, അടുത്തതായി ഈ സദസ്സിനെ പുളകമണിയിക്കാൻ ഒരു മനോഹര ഗാനവുമായി എത്തുന്നു കലാകൈരളി കാലടി വെഡിങ് ഈവന്റ്സിന്റെ അനുഗ്രഹീത കലാകാരന്മാർ. മനോഹരമായ കൈയടികൾ കൊടുത്തവരെ സ്വാഗതം ചെയ്യാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകിയ പട്ടാളം എന്ന സിനിമയിലെ വെണ്ണക്കല്ലിൽ നിന്നെ കുത്തി വെള്ളിപ്പൂത്തിങ്കൾ എന്ന ഗാനം നിങ്ങൾക്ക് മുന്നിൽ ആരംഭിക്കുന്നു. മാഹിൻ മൂവാറ്റുപുഴ ഒപ്പം സ്റ്റാർ സിംഗർ ഫെയിൽഡ് സ്റ്റാർ സംഗീത മാനന്തവാടി. മനോഹരമായ കൈയടി നൽകൂ പ്ലീസ് പ്ലീസ്. വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്ര പക്ഷി. മില്ലി മില്ലി മുല്ലി നരമുന്നാടി തേൻ എല്ലാം എല്ലാം നിന്നോടൊരു ചൊല്ലായി ചൊല്ലാം. ഓഹോ 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 ഓഹോ. വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി
എന്റെ ദൈവമേ, എന്തൊക്കെ പേര് വിളിച്ചു പറയുന്നത്? എന്റെ അമ്മേ, ഇതൊക്കെ എന്താ? എന്തോടും തലയെക്കെട്ടൊക്കെ ഇതേ ചതയംകുളങ്ങര ക്ഷേത്രത്തിൽ ഉത്സവ പരിപാടിയല്ല, പാൻ ഇന്ത്യൻ വെഡിങ്. ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വരാണോ നടച്ചൊന്ന് പറഞ്ഞു കൊടുക്കുമാർക്ക്. എന്റെ ദൈവമേ, എന്റെ പൊന്നു ആ തലയിലെ കെട്ടൊക്കെ ഒന്ന് എടുത്ത് മാറ്റോ. കോട്ട് അഴിച്ച് മോഴണത്. ആരും കൊതിക്കണ നാടൻ കരിക്കിനി നാണം കുണുങ്ങണ നറുവണ്ണ കുടത്തിന് ആരാണ്ടൊരുത്തന് കെണി വെച്ച് പിടിച്ചത് കല്യാണം. ഓഹോ ഓഹോ. ആരും കൊതിക്കണ നാടൻ കരിക്കിനി നാണം കുണുങ്ങണ നറുവണ്ണ കുടത്തിന് ആരാണ്ടൊരുത്തന് കെണി വെച്ച് പിടിച്ചത് കല്യാണം. അമ്മാനെ പന്തലിട്ടത് നീലാകാശം, കുരവീടം കൂടി വന്നത് കുരുവിപ്പട്ടാളം. അമ്മാനെ പന്തലിട്ടത് നീലാകാശം, കുരവീടം കൂടി വന്നത് കുരുവിപ്പട്ടാളം. ഹേ ആരാവാരം പൂരം കാണാൻ ആദ്യം കാണാൻ താരാരോ. ഓഹോ ഓഹോ എവിടെ പെണ്ണും ചെക്കനൊക്കെ എവിടെ? കാണാൻ കൊതിയായിന്ന്. ഇതിയാനേ ഓമനിച്ച് വളർത്തിയ കുട്ടിയാ. പക്ഷെ ഞങ്ങൾ അവസാന കല്യാണം വിളിച്ചേ. അതൊക്കെ പോട്ടെ, ചെക്കനാണേലും ഞങ്ങള് കണ്ടിട്ടും കൂടിയില്ല. എനിക്ക് പിറക്കാതെ പോയ മകളുടെ കല്യാണം. പണ്ട് ഇതേപോലൊരു കല്യാണത്തലേന്നാ നിങ്ങളുടെ പെങ്ങൾ സുഭദ്ര ഒളിച്ചോടി പോകുന്നത്. സുധാകര, അന്ന് നിങ്ങളുടെ കല്യാണം നടക്കാത്തതില് വിഷമൊന്നുമില്ലല്ലോ അല്ലേ? ഞാൻ ഹാപ്പിയാണല്ലോ. അതാണല്ലോ ഇപ്പോഴും ഞാൻ ഒറ്റാന്തടിയെ നടക്കണേ. അല്ല ഗോവിന്ദ, ഇത്രക്ക് ആഡംബരത്തിന്റെ ആവശ്യമുണ്ടോ? 301 പവനാണേ. ഇവിടെ എന്താ 10 കല്യാണം നടക്കുന്നുണ്ടോ? ഞങ്ങളുടെ മോളുടെ ഒക്കെ കല്യാണം എത്ര ലളിതമായിട്ടാ നടന്നത്. വളരെ കുറച്ച് പേര്, ഒരു 2500 പേര്. അവരുടെ വീട്ടിലൊരു പരിപാടി, നമ്മുടെ വീട്ടിലൊരു റിസപ്ഷൻ. ഇതിപ്പോ എന്താ 10,000 പേരല്ലേ കല്യാണം വിളിച്ചേക്കണത്. ആന്ന് കൊറേ കോട്ടിട്ട തെണ്ടിയോളെ കല്യാണ പരിപാടി അങ്ങോട്ട് ഏൽപ്പിക്കും. പിന്നെ നമ്മളൊക്കെ നോക്കൂത്തികള്. പോരാത്തതിന് നമ്മളെല്ലാരും മഞ്ഞ യൂണിഫോം ഇട്ട് വരണമെന്ന്. നമ്മളെന്താ സ്കൂൾ കുട്ടിയോളാ? ചക്ക, നീയൊക്കെ എവിടെന്നടാ? നീയൊക്കെ ഏതടാ? നേരത്തെ കോട്ടിട്ടൊരു തെണ്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, അത് ഞാനാ. ഇതെന്താടോ ഈ കാണിച്ചു വെച്ചിരിക്കണേ? ഇതെന്താ ഈ കളറ്? സർ, ഇത് ഹൽദിയാണ്. ഏത് ഹൽദി? അവളൊക്കെ കല്യാണം വിളിച്ചോ? അല്ല, നമ്മുടെ കൂട്ടരാണോ? സർ, ഹൽദി ഈ മഞ്ഞളൊക്കെ തേച്ചിട്ട് അങ്ങനെ നോർത്തിലെ പരിപാടിയാ. അപ്പൊ നമ്മുടെ കൂട്ടരും അല്ല. പോട്ടെ, ഇത്ര നേരായിട്ടും ചെക്കനെയും പെണ്ണിനും കൂടി കണ്ടിട്ടില്ല. ഇനി ചെക്കനെ നിങ്ങൾ വല്ല കമ്പിയിലും കെട്ടി തൂക്കിയിട്ടാണോ ഇറക്കണേ? സാർ, അവരെ ആനയിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഒരു പ്രത്യേക ടീമിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. യെസ്, വിത്ത് ഡാൻസ് ആൻഡ് പ്രോപ്സ്. നതാഷേ, പ്ലീസ് ഒന്ന് അനൗൺസ് ചെയ്യൂ. Let's welcome our bride and groom. ശ്രീരാമലക്ഷ്മണനും സീതയുത്തു വേഗം പഞ്ചവടിയിൽ നല്ല പർണശാല തീർത്തു മൂവരത്ത് സുഖവാസം ചെയ്യും കാലം കണ്ടു കുടിലരികിൽ സീതയൊരു മാനെ തുള്ളി തുള്ളി കളിക്കുന്ന മാനേ പള്ളിക്കാട്ടിൽ തുള്ളിയിടുന്ന പുള്ളിമാനേ തുള്ളി തുള്ളി കളിക്കുന്ന മാനേ പള്ളിക്കാട്ടിൽ തുള്ളിയിടുന്ന. വന്നേ അമ്മാവനൊന്ന് ശരിക്ക് കാണട്ടെ എന്റെ മരുമോനെ. ഓ, എന്താ ഒരു തലയെടുപ്പ്. നിന്റെ അമ്മായപ്പന് ഇങ്ങനെയൊക്കെ തന്നെയാ. കല്യാണം കഴിഞ്ഞ ഇടപാട് നമ്മൾ തമ്മിൽ മതി. അയാളെ ഒന്നും അടുപ്പിക്കാൻ കൊള്ളില്ല മോനെ. ഓ, രണ്ടിന്റെ നാണം മാറിയിട്ടില്ല. അവന്റെ മുഖം ഒന്ന് കാണട്ടെ. ഇവന്റെ മുഖമൊന്നും കാണുന്നില്ലല്ലോ. ഓ, പൊക്കി നോക്കണ്ട അളിയാ. ഇങ്ങോട്ട് വാടാ അമ്മാവന്റെ ചുണ്ടാളി. അളിയാ അളിയാ അളിയോ, അയ്യോ, ദേ നമ്മുടെ അളിയൻ ജോർജ്. അളിയനെന്താ ഈ വേഷത്തില്? ഓ ജോർജേ, ഞാനെന്റെ സുഭദ്രയെ ചതിച്ചു അല്ലേ? ചേട്ടാ, ഞാനിവിടെ ഉണ്ട്. അവളെവിടെ? അവളുടെ കല്യാണം കൂടാനല്ലേ ഞങ്ങൾ ഇവിടെ വന്നേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാനിതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കായിരുന്നു. ഇവിടെ എന്താ നടക്കുന്നേ?
ഇവരൊക്കെ എന്താ ഈ കോമാളി വേഷത്തില്? കോമാളി വേഷമല്ല സാർ, ഇത് അത്യാവശ്യം പൈസ ഉള്ള വേഷമൊക്കെ തന്നെയാണ്. പിന്നെ കോമാളികളെ അവരെ ഞാൻ ഇറക്കിയിട്ടുണ്ട് ഈ ഏറ് പിടിച്ചിരിക്കുന്നവരെ ചിരിപ്പിക്കാൻ. എടോ 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 ചന്തമ്പായി, ഓ മര്യാദയ്ക്ക് ആ ഒട്ടകത്തിനെ മാറ്റി കെട്ടാൻ പറഞ്ഞതാണ്. എന്താ എന്തുറ്റി? ആ ഒട്ടകം എന്റെ ആനയുടെ വേണ്ടാത്തടത്തേക്ക് നോക്കിടോ. ആ ഏതെങ്കിലും ആപ്പൂപ്പ ആനല്ലത്. എന്റെ കുട്ടിശങ്കരനെ സെലിബ്രിറ്റി ബാഹുബലിയിൽ വരെ അഭിനയിച്ചിട്ടുണ്ടേ. പ്രഭാസ് പോലൊരു നോട്ടം കൊണ്ട് നോവിച്ചിട്ടില്ല. ഓ എല്ലാം ഞാൻ പരിഹരിക്കാം. മടങ്ങിപ്പോ ഞാൻ വരാം. പ്ലീസ്. എന്താ മോനെ കുട്ടി പറഞ്ഞേ? അത് സൗദിയിൽ നിന്ന് പുലികളുമായി വന്ന അറബിയ. പുലിപ്പാൽ തീർന്നു പോയി, അപ്പൊ പാല് ചോദിക്കാൻ വേണ്ടി വന്നതാ. ആന, പുലി, ഒട്ടകം, ഇതെന്താ ജംബോ സർക്കസോ? സാർ, ഇതാണ് പുതിയ ട്രെൻഡ്. ഒരു സർപ്രൈസ് കൂടി ഉണ്ട്. അതിന് പൈസ വേണ്ടട്ടോ. അന്നാക്കൊണ്ടായിരിക്കും. അതാവുമ്പോ കല്യാണം മതിലിന് അപ്പുറത്ത് ഇന്ന് കാണാലോ. എന്തൊക്കെയാ അവിടെ നടക്കുന്നേ? ആരുടെ കല്യാണം കൂടാനാ ഞങ്ങളൊക്കെ ഇവിടെ വിളിച്ചേ? ഞങ്ങളുടെ കല്യാണം കൂടാനാ നിങ്ങളെ ഒക്കെ വിളിച്ചത്. പറഞ്ഞത് സത്യ. ഇന്ന് എന്റെ അപ്പന്റെ അമ്മയുടെയും കല്യാണം. ഈ കാണുന്ന ആൾക്കാരെല്ലാം വിളിച്ചു വരുത്തി നിങ്ങൾ നാടകം കളിക്കാ. ഇതിപ്പോ ഇതും പുതിയ ഫാഷനാണോ? ഓരോരോ പരിഷ്കാരങ്ങളെ. ചേട്ടനൊന്നും മിണ്ടാതിരി. ചെലപ്പോ അമേരിക്കയിലൊക്കെ എങ്ങനെ ആയിരിക്കും. കൊറേ കാലം അവിടെ ആയിരുന്നല്ലോ രണ്ടെണ്ണവും. സമയവും കാലവും ഒന്നും നോക്കാതെ വെറുതെ ഓരോന്ന് അങ്ങോട്ട് ചെയ്ത് കൂട്ടാ എന്റെ കുട്ടിയെ. അതെ, അഡ്വാൻസ് എന്തെങ്കിലും വാങ്ങിയായിരുന്നോ? പരിചയക്കാരായുടെ അവസാനം മതിയെന്നാ ഞാൻ പറഞ്ഞത്. എന്നാ ഇതും ഗോവി. നിർത്ത്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ല. അല്ലെങ്കിൽ തന്നെ ആർക്കാ സമ്മതം? ഈ കല്യാണം നടക്കില്ല. നിങ്ങൾ എന്ത് തേങ്ങയായി പറയുന്നേ? ഇവരുടെ കല്യാണം കഴിഞ്ഞതല്ലേ? അതിലുണ്ടായ മോളല്ലേ ഞാൻ. എനിക്ക് പിറക്കാതെ പോയ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ. ഇവരെന്നോടൊരു ചെറിയ ആഗ്രഹം പറഞ്ഞു. ആദ്യമായിട്ട് പറഞ്ഞൊരു കാര്യം, നല്ല ഓർമ്മകളുള്ള ഒരു കല്യാണം കഴിക്കണമെന്ന്. ഓ, വയസ്സാം കാലത്ത് അവരുടെ ഒരു ആഗ്രഹം ഒന്നങ്ങോട്ട്. എന്താ നിങ്ങളുടെയൊക്കെ പ്രശ്നം? ഈ ജീവിതം എന്ന് പറയുന്നതേ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കൂടിയുള്ളതല്ലേ? നമുക്കൊക്കെ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. ആഘോഷിക്കാനും കൂടി ഉള്ളതല്ലേ നമ്മുടെ ജീവിതം. വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ കൈ പിടിച്ചിറങ്ങി വരുമ്പോൾ ഇവൾ എന്നോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. 4 പേരറിഞ്ഞൊരു കല്യാണം കഴിക്കണം. എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ എത്ര കാത്തിരുന്നു എന്നറിയോ? നേരത്തെ വന്ന് നിന്റെ ചേട്ടന്മാരെ കൺമുമ്പിൽ പെടണ്ടാന്ന് വെച്ചു. അവർ ഒരുപാട് തല്ലിയോ? ഞാൻ പറഞ്ഞതല്ലേ പെണ്ണ് ചോദിക്കാനൊന്നും വരണ്ടെന്ന്. ജോർജ്, നമ്മൾ ഒരുമിച്ച് ജീവിക്കുക എന്നത് ഈ ലോകത്ത് നമ്മുടെ മാത്രം ആവശ്യമാണ്. നീ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ. കേറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ല എനിക്ക്. ഈ സമയത്തൊരു കല്യാണം. നിർത്ത്. എല്ലാം എനിക്കറിയാം. ഞാൻ ഈ നിമിഷം ഇറങ്ങി വരിക. ഒന്നിച്ച് ജീവിക്കണം. നമ്മൾ സ്വപ്നം കണ്ട പോലെ രണ്ടാണ് സമ്പാദിച്ച് ഒരു നിലയിലെത്തുമ്പോ എല്ലാവരെയും സാക്ഷി നിർത്തി നമുക്കൊരു കല്യാണം. ഈ ചന്ദ്രബിംബത്തെ സാക്ഷി നിർത്തി നമ്മൾ സ്വപ്നം കണ്ട പോലെ 4 ആളറിഞ്ഞൊരു കല്യാണം. അത് നമുക്കുണ്ടാകും. ആഹാ, ഇതെന്താ ഷേക്സ്പിയറിന്റെ ഡയലോഗൊക്കെ ആണല്ലോ. നമ്മുടെ ജീവിതവും ഒരു റോമിയോ ആൻഡ് ജൂലിയറ്റ് കഥ പോലെയല്ലേ?
ജീവിതം പിന്നീട് ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. പുതിയ നഗരം, പുതിയ ജീവിത രീതികൾ. പക്ഷേ ഹോസ്പിറ്റലിലെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും ഒരാശ്വാസമായി ഞങ്ങൾക്കൊപ്പം ഇവളുണ്ടായിരുന്നു, ഞങ്ങളുടെ ചിന്നു. എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഇവരുടെ ഓട്ടമാണ് ഞാൻ കാണുന്നത്. എന്നെ വളർത്തുന്നതിന്, ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന്. അതിനിടയ്ക്ക് ഇവർക്ക് വേണ്ടി ജീവിക്കാൻ പോലും മറന്നുപോയി. എന്തിന്? ഇവർ സ്വപ്നം കണ്ട കല്യാണം കഴിക്കാൻ പോലും പറ്റിയില്ല. മോളെ ഇതൊക്കെ കഴിഞ്ഞ കാര്യല്ലേ? അതെ മോളെ, ഇപ്പൊ നിങ്ങളുടെ ആവശ്യം എന്താ? ഇവരാഗ്രഹിച്ച പോലെ ഒരു കല്യാണം നടത്തണം. നമ്മളെല്ലാരും കൂടി ആ കല്യാണം അങ്ങ് നടത്തുന്നു. ഇപ്പം മോള് ഹാപ്പി അല്ലേ? ആഹാ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഇത്രയും ആൾക്കാരെ വിളിച്ചു വരുത്തി ഈ ആർഭാടൊക്കെ കാണിച്ചത്? നിങ്ങൾക്ക് വീണ്ടും കല്യാണം കഴിച്ച് കളിക്കാനാണോ? അവരുടെ ഒരു ആഗ്രഹമല്ലേ സുധാകര? ആണോ? എന്നാ നിങ്ങളൊക്കെ കൂടി അങ്ങ് നടത്തിക്കോ. നമ്മളില്ലേ? വേണ്ട, സുധാകരയുടെ ഞങ്ങളുടെ കല്യാണം കൂടണ്ട. ഇന്നിവിടെ ഞങ്ങളുടെ കല്യാണം മാത്രല്ല നടക്കണത്. ഇന്നിവിടെ ഞങ്ങളുടേതുൾപ്പെടെ 5 കല്യാണമാണ് നടക്കുക. ഞങ്ങൾ അന്ന് സ്വപ്നം കണ്ട പോലെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു കല്യാണത്തിന് കൊതിച്ച 4 കമിതാക്കൾ കൂടി ഇന്നിവിടെ വിവാഹിതരാവുകയാണ്. ഇനിയിപ്പോ ഇവിടെ ആർക്കാ പരാതി? കൊട്ടടാ കെട്ടിമേളം. ഗുജറാത്തി കാതള കെട്ടിയ മലയാളി പെണ്ണാണു നീ, പഞ്ചാബിയിൽ 5 കൊഞ്ചും മണവാട്ടി പെണ്ണാണു നീ. മയിലാട്ടത്തിൽ കരകാട്ടത്തിൽ ഈ കൊലസിന് തഞ്ചം പോരടി പഞ്ചാര പൂങ്കുയിലേ. മക്കളെ, സുധാകരൻ അമ്മാവനോട് കളിക്കട്ടടാ ഒരു ഡാൻസ്. ഒരു